ചരിത്രം സ്വയം ആവർത്തിക്കുന്നില്ല, പക്ഷേ അത് പലപ്പോഴും താളം ഒപ്പിക്കാറുണ്ട്. നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ഒരു വാചകമാണിത്. ഇന്നലത്തെ പഴയ പ്രശ്നങ്ങൾ എന്തിനാണ് ഇന്ന് മറ്റൊരു രൂപത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വിശദീകരിക്കാനുള്ള ഒരു എളുപ്പവഴിയാണിത്. പക്ഷേ ഇതൊരു താളം ഒപ്പിക്കൽ മാത്രമല്ലെങ്കിലോ? ഇതൊരു കൃത്യമായ, വ്യവസ്ഥാപിതമായ പ്രതിധ്വനിയാണെങ്കിലോ? ഭൂതകാലം വെറും ഒരു ഓർമ്മ മാത്രമല്ല, ഒരു ബ്ലൂപ്രിന്റ് ആണെങ്കിലോ? ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കുമുള്ള നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടം. നമ്മൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ടെക്നോളജി, സംസ്കാരം, രാഷ്ട്രീയം എല്ലാം ഒരു പ്രവാഹത്തിലുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ മുമ്പും വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന തെളിവ് ഉയർന്നുവരും. ഭൂതകാലം നമ്മുടെ പിന്നിലല്ല, അത് നമ്മുടെ മുന്നിലാണ് എന്ന് അത് സൂചിപ്പിക്കുന്നു. ഇത് കലണ്ടറുകൾ, യാദൃച്ഛികതകൾ, ഒപ്പം അരാജകമായ ഒരു ലോകത്ത് പാറ്റേണുകൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ ആത്മാർത്ഥമായ ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ആ ഞെട്ടിക്കുന്ന തെളിവ് ഒരു കലണ്ടറാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള വർഷത്തെ കലണ്ടർ ആഗോള പ്രക്ഷുബ്ധതയുടെ ഒരു കാലഘട്ടത്തിലെ കലണ്ടറിന്റെ ഒരു പൂർണ്ണവും സമാനവുമായ പകർപ്പാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ആഴ്ചയിലെ ഓരോ ദിവസവും, ഓരോ അവധിയും എല്ലാം തികച്ചും യോജിക്കുന്നു. നിങ്ങൾ ആ ചരിത്രപരമായ വർഷത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ തുടങ്ങുന്നത് വരെ ഇതൊരു വിചിത്രവും രസകരവുമായ യാദൃച്ഛികതയായി തോന്നിയേക്കാം. 1941 ആഴത്തിലുള്ള മാറ്റങ്ങളുടെയും ആഗോള സംഘർഷത്തിന്റെയും വർഷമായിരുന്നു. ഒരു ഭൂഖണ്ഡം യുദ്ധത്തിൽ മുങ്ങിയ ഒരു വർഷം, ഒരു തലമുറ മുഴുവനും ഒരു വഴിത്തിരിവായി മാറിയ ഒരു വർഷം. നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും പരിഗണിക്കണം. ശരി, 1941 തിരികെ വരാം. ആ സമയത്ത് ലോകം അസ്ഥിരമായിരുന്നു, ഒരു പുതിയ തരം യുദ്ധത്തിന്റെ വക്കിലായിരുന്നു. സോവിയൻ യൂണിയനിലേക്കുള്ള നാസികളുടെ കടന്നുകയറ്റം സംഘർഷത്തെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. കൂടാതെ വർഷാവസാനത്തോടെ പേൾ ഹാർബറിലെ ആക്രമണം അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. ഇത് ചരിത്രത്തിന്റെ ഗതിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഉത്കണ്ഠയുടെ തോന്നൽ, ഒരു ലോകം വക്കിൽ നിൽക്കുന്നു എന്ന തോന്നൽ, ഒപ്പം ആഴത്തിലുള്ള ആഗോള അനിശ്ചിതത്വം. ഈ സാമ്യങ്ങൾ അല്പം ആശങ്കാജനകമാണ്. ഇപ്പോൾ ഇന്നത്തെ കാര്യമോ? നമ്മൾ 2025 നിൽക്കുമ്പോൾ ആഴത്തിലുള്ള ആഗോള അനിശ്ചിതത്വത്തിന്റെ സമാനമായ ഒരു തോന്നൽ അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ ഉത്കണ്ഠയുടെ വർദ്ധിച്ച വികാരമുള്ള ഒരു ലോകമാണ്. പ്രധാന ശക്തികൾ തമ്മിലുള്ള മത്സരം അന്താരാഷ്ട്ര സ്ഥിരതയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതി ഒരു പ്രവാഹത്തിലാണെന്ന് നമ്മൾ കാണുന്നു. വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്നു, കൂടാതെ ലോകമെമ്പാടും നിരവധി സജീവ സൈനിക സംഘർഷങ്ങളുണ്ട്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഇതൊരു അടയാളമാണോ, അതോ ഇതിന് കൂടുതൽ യുക്തിസഹമായ വിശദീകരണമുണ്ടോ? എന്നാൽ കലണ്ടർ ഈ പസിലിലെ ഒരേയൊരു ഭാഗമല്ല. കലണ്ടറുകൾ യോജിക്കുന്നില്ല, പക്ഷേ സംഭവങ്ങൾ യോജിച്ചാലോ? കുറച്ചു വർഷങ്ങൾ പിന്നോട്ട് പോയി 1918 സ്പാനിഷ് ഫ്ലൂ മഹാമാരിയും 2020 കോവിഡ് മഹാമാരിയും തമ്മിലുള്ള അമ്പരപ്പിക്കുന്ന സാമ്യങ്ങൾ നോക്കുക. ഇവിടെ ചരിത്രം ഒരു താളം ഒപ്പിക്കൽ പോലെ തോന്നുന്നില്ല, മറിച്ച് ഒരു നേരിട്ടുള്ള പ്രതിധ്വനിയാണ്. വിശദാംശങ്ങൾ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഒരുപോലെയാണ്. ലോകമെമ്പാടും പടർന്ന ഒരു പുതിയ വൈറസ്, ഒരു വാക്സിനായിട്ടുള്ള നിരാശാജനകമായ ഒരു തിരച്ചിൽ, അതിന്റെ പൂർണ്ണ പരിധിയിലേക്ക് തള്ളപ്പെട്ട ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനം, കൂടാതെ മാസ്കുകൾ ധരിക്കുന്നതും ക്വാറന്റൈനും പോലുള്ള അടിസ്ഥാന ആരോഗ്യ നടപടികളെക്കുറിച്ചുള്ള ഒരു പൊതുചർച്ച. രണ്ട് കാലഘട്ടങ്ങളിലും ആളുകൾ സാമ്പത്തിക അടച്ചിടലുകൾ, തൊഴിൽ നഷ്ടം, ഒപ്പം സാമൂഹിക അസ്ഥിരതയുടെ വ്യാപകമായ വികാരങ്ങൾ എന്നിവയുമായി പോരാടി. ആ 2 വർഷങ്ങളിലെ കലണ്ടറുകളിലെ തീയതികൾ തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ മനുഷ്യാനുഭവം, ഭയം, സംവാദങ്ങൾ, ഒപ്പം പ്രതിരോധശേഷി, ആ ഭാഗം ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് കലണ്ടർ യോജിക്കുന്ന, പക്ഷേ സംഭവങ്ങൾ യോജിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം സംഭവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി യോജിക്കുന്ന, പക്ഷേ കലണ്ടർ യോജിക്കാത്ത മറ്റൊരു സാഹചര്യമുണ്ട്. ഇവിടെ പൊതുവായ കാര്യം എന്താണ്? ഒപ്പം ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഇത് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു അടയാളമാണോ, അതോ ഇതൊരു ശക്തമായ മിഥ്യാബോധം മാത്രമാണോ? ശരി, നമുക്ക് ഒരു മിനിറ്റത്തേക്ക് ഈ ഭയപ്പെടുത്തുന്ന യാദൃച്ഛികതകൾ ഒഴിവാക്കി കലണ്ടറുകളുടെ യഥാർത്ഥ ശാസ്ത്രത്തിലേക്ക് പോകാം. സത്യം എന്താണെന്ന് വെച്ചാൽ, ചില വർഷങ്ങളിലെ കലണ്ടറുകൾ ഒരുപോലെയാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു രഹസ്യ പ്രവചനമല്ല, നമ്മുടെ കലണ്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു പ്രവചിക്കാവുന്ന ഫലം മാത്രമാണിത്. ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. നിങ്ങൾ അതിനെ 7 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 52 ആഴ്ചകൾ ലഭിക്കും. ഒപ്പം ഒരു ദിവസം ബാക്കിയാകും. അതുകൊണ്ടാണ് ഒരു തീയതി സാധാരണയായി എല്ലാ വർഷവും ഒരു ദിവസം മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് ഒരു അധിക ദിവസം കൂട്ടിച്ചേർക്കുന്ന ലീപ് ഇയറുകളുണ്ട്. കാലക്രമേണ 365, 366 ദിവസങ്ങളുള്ള വർഷങ്ങളുടെ ഈ ചക്രങ്ങൾ കലണ്ടറുകളെ ഒരു കൃത്യമായ പാറ്റേണിൽ വീണ്ടും അണിനിരത്തുന്നു.
കൂടാതെ നിങ്ങൾ കരുതുന്നതിനേക്കാൾ വളരെ സാധാരണമാണിത്. 2025 കലണ്ടർ 1941 മാത്രമല്ല യോജിക്കുന്നത്. ഇത് 1958, 1969, ഒപ്പം 1986 എന്നിവയുമായും യോജിക്കുന്നു. ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു വർഷവുമായി ഇത് യോജിക്കുന്നു എന്ന വസ്തുത നിർഭാഗ്യവശാൽ ഒരു യാദൃച്ഛികതയല്ലാതെ മറ്റൊന്നുമല്ല. കലണ്ടറിന് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചോ അറിയില്ല, അത് ഗണിതത്തെ മാത്രം പിന്തുടരുന്നു. കൂടാതെ വ്യക്തമാക്കുന്നതിന് 1918, 2020 എന്നീ വർഷങ്ങളിലെ കലണ്ടറുകൾ തികച്ചും വ്യത്യസ്തമാണ്. ഗണിതം യോജിക്കുന്നില്ല, സംഭവങ്ങൾ വളരെയധികം സമാനമായിരുന്നു എന്ന വസ്തുത കലണ്ടറിന്റേതല്ല, മറിച്ച് ചരിത്രത്തിന്റെ യഥാർത്ഥ പാഠങ്ങളുടെ ഒരു ശക്തമായ തെളിവാണ്. അപ്പോൾ ഇത് വെറും ഗണിതമാണെങ്കിൽ നമ്മൾ അതിനെ എന്തിനാണ് ഇത്ര ആകർഷകമായി കാണുന്നത്? ഉത്തരം നമ്മുടെ തലച്ചോർ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിലാണ്. ഇത് അപ്പോഫെനിയ എന്ന ഒരു പ്രതിഭാസമാണ്. ക്രമരഹിതമായ അല്ലെങ്കിൽ അർത്ഥരഹിതമായ ഡാറ്റയിൽ അർത്ഥപൂർണമായ പാറ്റേണുകൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ പ്രവണതയാണിത്. മേഘങ്ങളിൽ മുഖങ്ങൾ കാണാനും, അല്ലെങ്കിൽ ഒരു ഭാഗ്യസംഖ്യയിൽ വിശ്വസിക്കാനും, അല്ലെങ്കിൽ ദൈനംദിന വസ്തുക്കളിൽ മറിഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ കണ്ടെത്താനും ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അനിശ്ചിതമായ ഒരു ലോകത്ത് നമ്മുടെ തലച്ചോർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ലളിതമായ, മനോഹരമായ കഥയ്ക്കായി തീവ്രമായി തിരയുന്നു. ചരിത്രം പ്രവചിക്കുന്ന ഒരു കലണ്ടർ നമുക്ക് ഒരു തികഞ്ഞ വ്യാജമാണെങ്കിൽ പോലും ഒരു വിവരണം നൽകുന്നു. ഇത് ആശ്വാസകരമാണ്, കാരണം ഇത് അരാജകത്വത്തിന് ഒരു സ്ക്രിപ്റ്റ്, ഒരു പദ്ധതി, അല്ലെങ്കിൽ ഒരു രൂപകൽപ്പന ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. കൂടാതെ സോഷ്യൽ മീഡിയ അതിന്റെ അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ നൽകാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഈ ട്രെൻഡുകളെ അവ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വലുതും കൂടുതൽ യഥാർത്ഥവുമാണെന്ന് തോന്നിപ്പിക്കുന്നു. നമ്മൾ ഈ പാറ്റേണുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു, കാരണം നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ നിയന്ത്രണത്തിന്റെ ഒരു വികാരം അവ നൽകുന്നു. ഭാവി. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഭൂതകാലത്തിന് നമ്മളോട് പറയാൻ കഴിയില്ല, പക്ഷേ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് വിലമതിക്കാനാവാത്ത മാർഗനിർദ്ദേശം നമുക്ക് നൽകാൻ കഴിയും. ഭാവി കലണ്ടറിൽ എഴുതിയിട്ടില്ല, അത് നമ്മളാൽ ഇപ്പോൾ എഴുതപ്പെടുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ ചരിത്രത്തിൽ ഒരു ആവർത്തന പാറ്റേൺ കാണുകയാണോ, അതോ ഇതൊരു ശക്തമായ മാനസിക മിഥ്യാബോധമാണോ? അഭിപ്രായങ്ങളിൽ ചർച്ചയിൽ ചേരുക. നിങ്ങൾക്ക് രസകരമായ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ കാണണമെങ്കിൽ കൂടുതൽ ഉള്ളടക്കത്തിനായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഉറപ്പാക്കുക. ഒരു ലൈക്കും ഷെയറും വലിയ സഹായമായിരിക്കും. കണ്ടതിന് നന്ദി.